അപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, വെക്കേഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവർ അടങ്ങിയിരിക്കൂലല്ലേ, ഏത് സമയം നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ഈ സ്കേറ്റിംഗ് ഷൂട്ട് തനിയെ പ്രാക്ടീസ് ചെയ്യണം, ഇടയ്ക്കൊന്ന് അടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ആമിക്ക് ഇടയ്ക്ക് ഞാനൊരു ചെറിയ പണി കൊടുത്തിട്ടുണ്ട്, വേറെ ഒന്നുമല്ല, ചെറിയ ഉള്ളി ഒരു പിടി ചെറിയ ഉള്ളി എടുത്ത് ഒലിച്ച് വയ്ക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നല്ല, ഇക്ക എന്നെ വിളിച്ചു പറഞ്ഞു, ഷാറ ഞാൻ വരുമ്പോൾ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒന്ന് കറി വെക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആമിയോട് പറഞ്ഞു, ആമി ഒരു പിടി കൊച്ചുള്ളി ഒന്ന് ഒലിച്ച് വയ്ക്കണേ, നമുക്കിന്ന് രാത്രി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ആമി ഉത്സാഹിച്ച് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇക്ക പുറത്ത് പോയിട്ട് വന്നിട്ട് ചിക്കനൊക്കെ മേടിച്ച് എന്നിട്ട് ഇക്ക വീണ്ടും എങ്ങോട്ടോ പോയി. അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കൻ കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ ചിക്കൻ കറിക്കുള്ള ടേസ്റ്റ് ഇനി എവിടെ പോയാലും കിട്ടൂല. 2 വർഷം അവിടുത്തെ ചിക്കൻ കഴിച്ച് ഞാൻ മടുത്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അവിടുത്തെ ആ ഫ്രോസൺ ചിക്കനും പിന്നെ അവിടെ നിന്ന് ഇത്ര ഫ്രഷ് ചിക്കൻ മേടിച്ചാൽ ഈ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. കാരണം ഒരുപാട് വട്ടം നമുക്ക് അങ്ങനെ അനുഭവം ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചിക്കനൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിന് ഭയങ്കര കുളിർമയായിരുന്നു കേട്ടോ. എത്രത്തോളം നല്ലതുപോലെ വെക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതുപോലെ വെക്കണം. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ ചിക്കൻ മേടിച്ച കഴുകൂല, അവിടെ എന്തോ ഞങ്ങളുടെ മാമ ചിക്കൻ മേടിച്ച കഴുകാറില്ല കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് വീടിച്ചിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആമി കൊച്ചുള്ളി പകുതിക്കിട്ട് ഉരിച്ചിട്ട് പോയി കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ബാലൻസ് ചെയ്യാമെന്ന്. പിന്നെ ഈ സമയത്ത് നല്ല ദാഹം ഉണ്ടായിരുന്നു, ഞാൻ ഇച്ചിരി തണ്ണിമത്തൻ ജ്യൂസ് അടിച്ച് കുടിക്കുകയും ചെയ്തു. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. നല്ലപോലെ ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും, സവാള ആയാലും കൊച്ചുള്ളി ആയാലും എന്തും നല്ലതുപോലെ ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതുണ്ട്, നിമിഷ നേരം കൊണ്ട് നമുക്ക് കറിക്കുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റും. ഞാൻ കുറച്ചധികം സവാള ചേർക്കുന്നുണ്ട് കേട്ടോ. ഇക്ക പറഞ്ഞ് ഇച്ചിരി നല്ല കുറുകി ഇച്ചിരി ഗ്രേവി പോലെ വേണം എനിക്ക് ചിക്കൻ കറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്ഥിരം പതിവാണ് ചിക്കൻ ഉണ്ടെങ്കിൽ 2 പീസ് വറുത്തതും കൂടെ വേണം. അപ്പോൾ പിന്നെ ഞാൻ ദോശമാവ് ആട്ടി വെച്ചതിരിപ്പുണ്ടായിരുന്നു, രാവിലത്തെ എൻ്റെ ബാലൻസ് മാവിരിപ്പുണ്ടായിരുന്നു. പിന്നെ അതും ചുട്ടു, എൻ്റെ ചിക്കനും വറുത്തു. ആഹാ എന്താ ടേസ്റ്റ്! ഇപ്പം എനിക്ക് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരുന്നുണ്ട്. ചിക്കൻ കറിക്കുള്ള മസാല ഇടണം കേട്ടോ. നമ്മൾ ചിക്കൻ കറിയൊക്കെ റെഡിയായി. പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ റെസിപ്പീസ് വേണമെന്നുള്ളവരൊക്കെ പറഞ്ഞു കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ പറയാം, അങ്ങനെ ഒരുപാടൊന്നും അല്ലെങ്കിലും. പിന്നെ നമ്മൾ എന്ത് ജോലിയിലും നമ്മുടെ മക്കളെയും കൂടെ ഉൾപ്പെടുത്തുക കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഒരു ശീലം പണ്ട് തൊട്ടേ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ആമി എന്ത് ചെയ്താലും എൻ്റെ കൂടെ വന്ന് ഓരോന്ന് ചെയ്യണോ വേണ്ടെന്നൊക്കെ ചോദിക്കും കേട്ടോ. നമുക്കൊരു വയ്യായിക വന്നാൽ അവർ നമ്മളെ കൂടെ നിൽക്കുമല്ലോ. അതിനെല്ലാം കഴിഞ്ഞ് എൻ്റെ ആമിയാണ് കേട്ടോ തിന്ന പാത്രങ്ങളും എല്ലാം കഴുകി വെച്ച് കിച്ചൺ ക്ലീൻ ചെയ്തിടുന്നത്. പിന്നെ ഒരു ടാങ്ക് വെള്ളം തീരും, എന്നാലും കുഴപ്പമില്ല.